1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ സർവേ പൂർത്തിയായി പദ്ധതി രേഖ തയ്യാറാക്കുന്നു. നിലമ്പൂർ വയനാട് നഞ്ചൻകോട് പാതക്കായി 3 ഘട്ടങ്ങളായി നടത്തിയ സർവേയാണ് പൂർത്തിയായത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ സ്ഥാപനമാണ് പാതയുടെ സർവേ നടത്തിയത്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആകാശ സർവേ, ഉപഗ്രഹ സർവേ, പാത പോകുന്ന സ്ഥലങ്ങളിലൂടെ നേരിട്ടുള്ള സർവേ എന്നിവയാണ് പൂർത്തിയായത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പോലെ തന്നെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത. സർവേ പൂർത്തിയാക്കി പദ്ധതി രേഖ തയ്യാറാക്കിയാൽ കേന്ദ്ര റെയിൽവേ ബോർഡിന് കൈമാറും. 1 വർഷത്തിലുള്ള DPR സമർപ്പിക്കുമെന്നാണ് 7 മാസം മുൻപ് സർവേ തുടങ്ങിയപ്പോൾ അധികൃതർ അറിയിച്ചിരുന്നത്. നിലമ്പൂരിൽ നിന്ന് മേപ്പാടി, ബത്തേരി, ചിക്കൻബർഗി വഴി നഞ്ചൻകോട്ടിലെത്തുന്ന പാതയുടെ ദൈർഘ്യം ഏകദേശം 190 കിലോമീറ്ററാണ്. ദൂരവും പാത പോകുന്ന വഴിയും DPRന് ശേഷം വ്യക്തത വരും. DPR തയ്യാറാകാത്തതിനാൽ ഈ മാസം അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പാത ഉൾപ്പെടുമോ എന്ന് ഉറപ്പില്ല. പിങ്ക് ബുക്കിലും 300 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളിലും മുൻപ് ഉൾപ്പെടുത്തുകയും സർവേ നടപടികൾക്ക് അനുമതി നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ബജറ്റിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്രാ സമയം 6 മണിക്കൂറാണ് കുറയുക. ചരക്ക് നീക്കത്തിനും ടൂറിസം വികസനത്തിനും കുതിച്ചുചാട്ടമുണ്ടാകും. മൈസൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള യാത്ര എളുപ്പമാകും. 6000 കോടി രൂപയെങ്കിലും ചിലവാകുമെന്നാണ് കണക്കുകൂട്ടൽ. മലയിടുക്കുകളിലും വയനാട് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതങ്ങളിലൂടെയും ടണൽ വഴിയാണ് പാത പോകുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor.